ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ത്യൻ ന്യൂസ്മാറ്റിക്സ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1972 അച്ചടിക്കപ്പെട്ട IG പട്ടേലിൻ്റെ ഒപ്പോട് കൂടിയ ഒരു നോട്ടിൻ്റെ വിലവിവരമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇൻസെറ്റ് ആണ്. വർഷം 1972 ആണ്. ഈ ഇൻസെറ്റുള്ള IG പട്ടേലിൻ്റെ ഒപ്പോട് കൂടിയുള്ള നോട്ടുകൾക്ക് UNC കണ്ടീഷനിൽ 40 രൂപ വരെയാണ് വില ലഭിക്കുക. അടുത്തതായി 1973 അച്ചടിക്കപ്പെട്ടിട്ടുള്ള MG കോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പോട് കൂടിയ ഈ ഇൻസെറ്റിലുള്ള ഇറങ്ങിയിട്ടുള്ള നോട്ടുകളുടെ വിലവിവരമാണ്. UNC കണ്ടീഷനിൽ 25 രൂപയാണ് ഇതിന് വില നിർണ്ണയം നടത്തിയിട്ടുള്ളത്. അടുത്തതായി 1973 തന്നെ MG കോളിൻ്റെ ഒപ്പോട് കൂടിയ എഫ് ഇൻസെറ്റായിട്ടുള്ള നോട്ടിൻ്റെ വിലവിവരമാണ്. UNC കണ്ടീഷനിൽ 25 രൂപയാണ് ഈ നോട്ടിനും വില നിർണ്ണയം നടത്തിയിട്ടുള്ളത്. അടുത്തതായി 1974 അച്ചടിക്കപ്പെട്ടതാണ് MG കോളിൻ്റെ കയ്യൊപ്പോട് കൂടിയ, അതും എഫ് ഇൻസെറ്റാണ്. അതിൽ പ്രഫിക്സ് നോക്കേണ്ടതുണ്ട്. ഇത് A തൊട്ട് J49 വരെയാണ് 1973. അടുത്തതായി 1974 നോട്ടെന്ന് പറഞ്ഞാൽ പ്രഫിക്സ് ആരംഭിക്കുന്നത് തന്നെ Kയിൽ തുടങ്ങി Yയിൽ അവസാനിക്കുകയാണ്. F ആണ് ഇൻസെറ്റ്. UNC കണ്ടീഷനിൽ 25 രൂപയാണ് വില ലഭിക്കുക. അടുത്തതായി 1974 MG കോളിൻ്റെ ഒപ്പോട് കൂടിയിട്ടുള്ള G ഇൻസെറ്റായിട്ടുള്ള നോട്ടുകളുടെ വിലവിവരമാണ്. പ്രഫിക്സ് A മുതൽ J95 വരെയാണ്. UNC കണ്ടീഷനിൽ 25 രൂപയാണ് ഇതിൻ്റെ വില. അടുത്തതായി MG കോളിൻ്റെ ഒപ്പോട് കൂടി തന്നെയുള്ള 1975 നോട്ടിൻ്റെ വിലവിവരമാണ്. അതും G ഇൻസെറ്റാണ്. പ്രഫിക്സ് Kയിൽ തുടങ്ങി Y99 വരെയുള്ള നോട്ടുകൾക്ക് 25 രൂപ തന്നെയാണ് വില നിർണ്ണയം. അടുത്തതായി MG കോളിൻ്റെ കയ്യൊപ്പോട് കൂടിയുള്ള 1975 പുറത്തിറങ്ങിയിട്ടുള്ള H ഇൻസെറ്റായിട്ടുള്ള നോട്ടുകൾ. പ്രഫിക്സ് A മുതൽ F29 വരെയുള്ള നോട്ടുകൾ UNC കണ്ടീഷനിൽ 25 രൂപ വരെ വിലമതിക്കുന്നതാണ്. അടുത്തതായി അദ്ദേഹത്തിൻ്റെ തന്നെ MG കോളിൻ്റെ കയ്യൊപ്പോട് കൂടിയ 1976 H ഇൻസെറ്റിൽ പ്രഫിക്സ് F34 മുതൽ Y69 വരെയുള്ള നോട്ടുകൾ UNC കണ്ടീഷനിൽ 25 രൂപ വരെ വിലമതിക്കുന്നതാണ്. അടുത്തതായി അദ്ദേഹത്തിന് തന്നെ കയ്യൊപ്പോട് കൂടിയിട്ടുള്ള 1976 പുറത്തിറങ്ങിയിട്ടുള്ള I ഇൻസെറ്റായിട്ടുള്ള Aയിൽ തുടങ്ങി D49 വരെ പ്രഫിക്സായിട്ടുള്ള നോട്ടുകളുടെ വിലയാണ്. UNC കണ്ടീഷനിൽ 50 രൂപ വരെ ലഭിക്കുന്ന നോട്ടുകളാണ്. അടുത്തതായി ഇങ്ങനൊരു നോട്ടിൻ്റെ വിലവിവരമാണ് രേഖപ്പെടുത്തുന്നത്. മൻമോഹൻ സിംഗിൻ്റെ ഒപ്പോട് കൂടിയിട്ടുള്ള 1976 മുതൽ മുൻപോട്ടുള്ള വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.